എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ജണ്ടവരിശകൾ, കർണാടക സംഗീതത്തിലെ ജണ്ടവരിശകൾ എന്ന് പറഞ്ഞ ലെസൺ, 4ാമത്തെ ലെസനാണ് നമ്മൾ പാടിയത്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 1, 2, 3 വരിശകൾ നമ്മളൊന്ന് ജസ്റ്റ് പാടിയിട്ടാണ് 4ാമത്തെ വരിശകൾ നമ്മളതിൻ്റെ സ്വരങ്ങളുടെ ഒരു ഫോർമേഷനും അതിൻ്റെ സ്വരസ്ഥാനങ്ങളും അത് താളമടിച്ച് പാടുന്ന മെത്തേഡും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു. അതിൻ്റെ 1ാം കാലമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പാടിയത്. അപ്പം ഇന്ന് നമ്മൾ പറയുന്നത് ആ 4ാമത്തെ വരിശകളുടെ 2ാം കാലം എങ്ങനെ പാടാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് 1ാം കാലം ഒന്ന് പാടിയിട്ട് 2ാം കാലത്തിലേക്ക് വരാം. ഓക്കെ, അപ്പോൾ നിങ്ങളെല്ലാവരും അത് കൃത്യമായി, ഞാൻ ആദ്യം തന്നെ പറഞ്ഞ് വീണ്ടും പറയുകയാണ്, ഇത് താല്പര്യത്തോടു കൂടി ഇത് കൃത്യമായി ഈ ക്ലാസ്സുകൾ ഓർഡറായിട്ട് കാണുകയും പഠിക്കാൻ ആഗ്രഹമുള്ളവർ നിങ്ങളത് കൃത്യമായി ഒരു നല്ലൊരു മ്യൂസിക് നോട്ട് നിങ്ങളത് മെയിൻറ്റെയിൻ ചെയ്യുക. ഒരു നല്ലൊരു ഡയറി എടുത്ത് ഇതിന് പറയുന്ന കാര്യങ്ങൾ ഓർഡറാക്കിയാണ് നമ്മൾ ക്ലാസ് എടുക്കുന്നത്. ഇതിനകത്ത് കൃത്യമായ ഓർഡറിലാണ് നമ്മൾ സംഗീത കോളേജിൽ പഠിച്ച ഒരാളെന്ന നിലയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കിട്ടുന്ന കൃത്യമായ ഒരു പാറ്റേണിലാണ് നമ്മൾ ക്ലാസ് എടുത്തു വരുന്നത്. അതിൻ്റെ കൃത്യമായൊരു ഓർഡറുണ്ട്, അതിനൊരു പാറ്റേൺ ഉണ്ട്. ആ പാറ്റേണിൽ തന്നെയാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പം നിങ്ങൾ ഇത് ഫോളോ ചെയ്ത് പഠിക്കുന്നവർ കൃത്യമായി ഈ പറയുന്ന സെയിം ഓർഡറിൽ തന്നെ കൃത്യമായി നോട്ട് എഴുതി പോവുക. ഇതിൽ തന്നെ പ്രാക്ടീസ് ചെയ്ത് പോയിക്കോളുക. ഓക്കെ, അപ്പോൾ ജണ്ടവരിശകൾ 4ാമത്തത്. ഒന്നാം കാലം ഒന്ന് താളം പിടിച്ച് പാടാം. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ധ ധ നീ നീ പ പ ധ ധ നീ പ ധ നീ പ പ ധ ധ നീ നീ സ സ sa sa ni ni da sa ni da sa sa ni ni da dha pa pa ni ni da dha pa ni da pa ni ni da dha pa pa ma ma dha dha pa pa ma dha pa ma dha dha pa pa ma ma ga ga pa pa ma ma ga pa ma ga pa pa ma ma ga ga ri ri ma ma ga ga ri ma ga ri ma ma ga ga ri ri sa sa. ഇതാണ് നമ്മൾ 1ാം കാലം നമ്മൾ ജണ്ടവരിശകൾ 4ാമത് പാടിയത്. ഒരടിക്ക് 2 സ്വരം നമ്മൾ പറഞ്ഞു. ജണ്ടവരിശകൾ 1ാം കാലത്തിൽ ഒരടിക്ക് 2 സ്വരമാണ്. അതാണ് അതിൻ്റെ കണക്ക്. ഇനി അടുത്തത് ഇതിൻ്റെ 2ാം കാലം. അപ്പോൾ 1ാം കാലത്തിൽ നമ്മൾ ഒരടിക്ക് 2 സ്വരം പാടിയത് കൊണ്ട് അതിൻ്റെ അടുത്ത കാലം ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഡബിൾ
നോട്ടായിട്ടാണ് വരിക. ഒന്നാണെങ്കിൽ രണ്ടാണ് വരേണ്ടത്. പക്ഷെ ഇതിപ്പോൾ നമ്മൾ ഒന്നാം കാലത്തിൽ തന്നെ നമ്മൾ 2 സ്വരം പാടിയത് കൊണ്ട് അതിൻ്റെ രണ്ടാം കാലത്തിലേക്ക് വരുമ്പോൾ അത് 2 എന്നുള്ളത് 4 സ്വരമായിട്ട് വരും. അപ്പോൾ ഒരടിയിൽ 4 സ്വരം വരും രണ്ടാം കാലത്തിൽ. സ സ രീ രി സ സ രീ രി സ സ സ രീ രി 4 സ്വരം. സ സ രീ രി 4 സ്വരം. അങ്ങനെ സ സ രീ രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ. അപ്പം നമ്മൾ ഒന്നാം കാലത്തിൽ പാടിയത് ഒരു താളത്തിൽ നമ്മുടെ സ സ രീ രി ഗ സ രി ഗ സ സ രീ രി ഗ ഗ മ മ എന്ന് നമ്മൾ ഒരു താളത്തിൽ പാടി. ഒരു താളവട്ടം, ഒരു താളം മുഴുവൻ ഒരു പ്രാവശ്യം അടിച്ചു കഴിയുന്നതിനെയാണ് നമ്മൾ താളവട്ടം, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം അടിച്ചു കഴിയുന്നതിനാണ് ഒരു താളവട്ടം. അത് 2 ആവർത്തി അടിക്കുകയാണെങ്കിൽ 2 താളവട്ടം. അപ്പം ഒരു താളവട്ടത്തിൽ നമ്മൾ 16 സ്വരം പാടി ഒന്നാം കാലത്തിൽ. ഈ രണ്ടാം കാലം വരുമ്പോൾ എന്താവും, സ്പീഡ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി താളത്തിൻ്റെ ഇത് കുറയും. അപ്പം ഒരു താളവട്ടത്തിൽ തന്നെ നമ്മൾ 2 ലൈൻ പാടിപ്പോകാൻ പറ്റും. സോറി. അപ്പം നമ്മൾ സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ. അപ്പം താളം പകുതിയായിട്ടുള്ളൂ. പിന്നെ നമ്മൾ അടുത്ത ലൈനാണ് താളത്തിൻ്റെ പകുതിയും തുടങ്ങേണ്ടത്. രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ. ഒരു താളം അപ്പോഴാണ് കഴിഞ്ഞത്. 2 ലൈനായിട്ട് ഒരു താളത്തിൽ 2 ലൈൻ കഴിയും. ഒന്നാം കാലത്തിൽ ഒരു ലൈൻ ഒരു താളം ഫുള്ളായിട്ട് വന്നു. നമ്മളത് രണ്ടാം കാലം പാടിയപ്പോൾ ഒരു താളത്തിൽ 2 ലൈൻ പാടണം. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ. അത്രയും പാടുമ്പോഴാണ്, ഈ 2 ലൈൻ പാടുമ്പോഴാണ് നമ്മൾ ഒരു താളം പൂർത്തിയാവുക. അത് മനസ്സിലാക്കിക്കോണം. അത് പ്രകാരമാണ് ഇനി അത് ഫുള്ളായിട്ട് ആരോഹണത്തിലും ഫുള്ളായിട്ട് വരിക. ഓക്കെ, അപ്പോൾ നമുക്കത് നോക്കാം. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ പ ദ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ സ നീ ദ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ നീ ദ പ നീ നീ ദ ദ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. അതാണ് രണ്ടാം കാലം. 2 ലൈനായിട്ട് ഓരോ താളത്തിലും 2 ലൈനായിട്ട് പാടിയാൽ നമ്മളത് രണ്ടാം കാലത്തിലേക്ക് എത്തും. ഓക്കെ, അപ്പോൾ രണ്ടാം കാലം ഒന്നുകൂടെ പാടാം. ഒന്നാം കാലം ഒന്ന് ജസ്റ്റ് ഒരു ലൈൻ പാടിയിട്ട് രണ്ടാം കാലത്തിലേക്ക് വരാം. അപ്പോൾ നിങ്ങൾ കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും. സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ
ദ മ മ പ പ ദ ദ നീ നീ പ പ ദ ദ നീ പ ദ നീ പ പ ദ ദ നീ നീ സ സ സ സ നീ നീ ദ സ നീ ദ സ സ നീ നീ ദ ദ പ പ നീ നീ ദ ദ പ നീ ദ പ നീ നീ ദ ദ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. അതാണ് രണ്ടാം കാലം. അപ്പം നമ്മൾ ആദ്യം പറഞ്ഞു ഒന്നാം കാലമാണ് ഏറ്റവും പ്രധാനം. താളവും സ്വരസ്ഥാനങ്ങളും ഒന്നാം കാലം പാടി നിങ്ങൾ കൃത്യമാക്കിയതിന് ശേഷം മാത്രം രണ്ടാം കാലത്തിലേക്ക് പോവുക. നിങ്ങൾ ആവേശം കയറി അല്ലെങ്കിൽ ഒരു ഇതിൽ പെട്ടെന്നൊരു ആവേശത്തിൽ നിങ്ങൾ എല്ലാം കൂടെ ചിലപ്പോൾ പാടാൻ നിൽക്കരുത്. അങ്ങനെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. ഇപ്പം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കർണാടക സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള സ്വരങ്ങളാണ്, ബേസിക്സ് ആണ്. ഏറ്റവും പ്രധാനം ബേസിക്സ് ആണ്. നന്നായിട്ട് പാടാൻ ശേഷിയുള്ള കഴിവുള്ള ഒരാൾക്ക് നിങ്ങൾ കർണാടക സംഗീതമൊന്നും പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല വൃത്തിയായിട്ട് ഒരു സിനിമാ പാട്ട് പാടാനോ ഒരു സെമി ക്ലാസിക്കൽ സോങ് പാടാനോ ഒക്കെ സാധിക്കും. പക്ഷെ നമ്മൾ കർണാടക സംഗീതം പഠിക്കുന്നത് അതിൻ്റെ നമ്മൾ പാടുന്നതിൻ്റെ അടിസ്ഥാനപരമായ ശാസ്ത്രീയത എന്താണെന്ന് മനസ്സിലാക്കാനും ഒരു സംഗീതം കേട്ടാൽ അത് പെട്ടെന്ന് നമുക്ക് സ്വായത്തമാക്കണമെങ്കിൽ പഠിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ഈ ശാസ്ത്രീയത ഈ സംഗീതത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള ശാസ്ത്രീയമായുള്ള കാര്യങ്ങൾ നമുക്ക് ഹൃദിസ്ഥമാണെങ്കിൽ നിങ്ങൾക്കത് വളരെ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിക്കാനും അത് പ്രസൻറ്റ് ചെയ്യാനും സാധിക്കും. അപ്പം അതിനുവേണ്ടിയാണ് നമ്മൾ ശാസ്ത്രീയമായിട്ട് പഠിക്കുന്നത്. അപ്പം അതിന് അത്രയും പ്രാധാന്യമുണ്ട്. നമ്മൾ ഇന്നെല്ലാം കേൾക്കുന്ന എല്ലാ സംഗീതത്തിൻ്റെയും അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ശാസ്ത്രീയ സംഗീതമാണ്. അതിൽ നിന്നുകൊണ്ടാണ് അതിൽ നിന്ന് ഡൈവേർട്ട് ചെയ്ത് വന്നിട്ട് അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഡൈവേർഷൻസ് ആണ് അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിൽ നിന്നുള്ള കോമ്പിനേഷൻസ് ആണ് നമ്മൾ മറ്റു പല രീതിയിലും ഭജൻസായിട്ടും സിനിമാ പാട്ടായിട്ടും സെമി ക്ലാസിക്കലായിട്ടും ഭക്തിഗാനങ്ങളായിട്ടും എല്ലാം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ സംഗീതത്തിൻ്റെ ശാസ്ത്രീയമായുള്ള അടിസ്ഥാന കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കത് നല്ല തറവാണെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വളരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുത്ത് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ ഈ ബേസിക്കാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾ അതിൽ ആവേശം കാണിക്കാതെ അത് കൃത്യമായി ക്ഷമയോടുകൂടി ഡെഡിക്കേഷനോടുകൂടി പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ മാത്രമാണ് അതിന് ശേഷമുള്ള മറ്റെന്ത് സംഗീതവും നിങ്ങൾക്ക് ഈസി ആയിട്ട് വഴങ്ങുള്ളൂ. ഓക്കെ, അല്ലാതെ ഒരു സിനിമാ പാട്ട് പാടാൻ നിങ്ങൾക്കൊരു സംഗീതം പഠിക്കേണ്ട കാര്യമില്ല. എത്രയോ നമ്മൾ കണ്ടില്ലേ ഷോസിലൊക്കെ, എത്രയോ കുഞ്ഞുങ്ങൾ, ചെറിയ കുഞ്ഞുങ്ങൾ, ഒന്നും അറിയാത്തവർ അസാധ്യമായിട്ട് പെർഫോം ചെയ്യുന്ന കണ്ടില്ലേ. അത് അവരുടെ ഇൻബോൺ ടാലൻ്റ് ഇല്ല, അതൊരു കിട്ടിയ ഒരു ഗ്രേസ് കൊണ്ട് അവർ ചെയ്യുന്നതാണ്. പക്ഷേ ശാസ്ത്രീയമായിട്ട് സംഗീതം ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ ആ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും. എന്തുകൊണ്ട്? അവർ അതിൻ്റെ ശാസ്ത്രീയത അറിയാം. അവർക്ക് ഒന്നത്തെ കാര്യം കുട്ടികളാണ്, ശാസ്ത്രീയമായിട്ട് അവരത് പഠിച്ചിട്ടില്ല. പക്ഷെ അവർക്ക് പാടാനുള്ള ഇൻബോൺ ടാലൻ്റ് എന്ന് പറയുന്ന ആ ഗ്രേസ് അവർക്ക് ജന്മന കിട്ടിയതാണ്. അതുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ ശാസ്ത്രീയത മനസ്സിലാക്കി അതിനകത്ത് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അതിൽ നിന്നുകൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളത് ചോദിച്ചാൽ ഒരുപക്ഷെ അവർക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പോൾ അതിനാണ് നമ്മൾ ഈ ശാസ്ത്രീയത പഠിക്കുന്നത്. അതുകൊണ്ട് ബേസിക്സ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങളത് നല്ലപോലെ ക്ഷമയോടുകൂടി ഡെഡിക്കേറ്റഡ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞ നാലാമത്തെ വരിസകളാണ് പറഞ്ഞത്. അപ്പം സ സ രി രി ഗ സ രി ഗ 4 സ്വരം വെച്ച്. ഇനി അത് നമ്മുടെ മൂന്നാം കാലത്തിൽ വരികയാണെങ്കിൽ സ സ രി രി ഗ സ രി ഗ 8 സ്വരം. സ സ രി രി ഗ സ രി ഗ 8 സ്വരം ഒരടിക്ക് വരും. അപ്പോൾ ഒന്നാം കാലത്തിൽ 2 സ്വരം, 2 വരിസകൾ. രണ്ടാം കാലത്തിൽ 4 സ്വരം. മൂന്നാം കാലം പാടുമ്പോൾ അതിൻ്റെ 8 സ്വരത്തിലേക്കാണ് വരിക. നമ്മുടെ എങ്ങനെ സ സ രി രി ഗ സ രി ഗ സ സ രി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ
ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നീ നീ ഉണ്ടോ. മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നീ സസരീരിക സരിക സസരീരിക ഗമ. അപ്പം അങ്ങനെ 4 സ്വരം ഒരു താളത്തിൽ കഴിയും. അപ്പം നമ്മൾ ആദ്യം നമ്മൾ ഒന്നാം കാലം പാടിയപ്പോൾ ഒരു ലൈനിൽ ഒരു താളത്തിൽ ഒരു ലൈനാണ് കഴിഞ്ഞത്. രണ്ടാം കാലം പാടിയപ്പോൾ സ്പീഡ് ഇരട്ടിയായി. അപ്പം എന്തായി, ഒരടിക്ക് ഒരു താളത്തിൽ നമ്മൾ 2 ലൈൻ പാടി. മൂന്നാം കാലം പാടിയപ്പോൾ വീണ്ടും ആ താളം സ്പീഡ് ഇരട്ടിയായി. താളമല്ല, സ്പീഡ് നമ്മൾ പാടുന്നതിൽ സ്പീഡ് കൂട്ടി. അപ്പം ഒരു ലൈനിൽ ഒരു താളത്തിൽ 4 ലൈൻസ് വരും. സരി രി ഗ സരി ഗ സരി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നീ നീ. അപ്പോൾ ഒരു താളം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ എത്ര ലൈൻ പോയി? 4 ലൈൻ നമ്മൾ പാടിക്കഴിഞ്ഞു. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി. അപ്പോൾ നിങ്ങൾ ആദ്യം ഒന്നാം കാലം നല്ലപോലെ പാടി പ്രാക്ടീസ് ചെയ്യൂ. അതിനുശേഷം രണ്ടാം കാലം വൃത്തിയാക്കൂ. അതിനുശേഷം മാത്രം മൂന്നാം കാലം ശ്രമിക്കൂ. 1, 2, 3 കാലങ്ങൾ 2 വർഷങ്ങൾ പാടിയാൽ മതി, ധാരാളം മതി. പിന്നെ കുറച്ചുകൂടെ അഡ്വാൻസ് ആണെങ്കിൽ എൻ്റെ 4ാം കാലമൊക്കെ നമുക്ക് പാടാം. ഇപ്പം നിങ്ങൾക്ക് നമ്മൾ ഒരുപാട് അഭ്യാസമൊന്നും നമ്മൾ കാണിക്കാൻ നിൽക്കേണ്ട. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 1, 2, 3 കാലങ്ങൾ നല്ല വൃത്തിയായിട്ട് ശ്രുതിയിട്ട് താളമടിച്ച് അതൊന്ന് പക്കയാക്കുക, വൃത്തിയാക്കുക. അപ്പോൾ ഒന്നാം കാലം എങ്ങനെ പാടി? ജസ്റ്റ് 1, 2, 3 കാലങ്ങളൊന്ന് ചേർത്ത് പറയാം. ജസ്റ്റ് ഒന്ന് കണ്ടോളൂ, മുഴുവനായിട്ടല്ല, കുറച്ച്. സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ മ മ ഒന്നാം കാലം. രണ്ടാം കാലം സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ. രണ്ടാം കാലം ഒരു താളത്തിൽ 2 ലൈൻ. അടുത്ത മൂന്നാം കാലം ഒരു താളത്തിൽ 4 ലൈൻ കഴിയും. സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നീ നീ. 4 ലൈൻ കഴിഞ്ഞു ഒരു താളത്തിൽ. പിന്നെ പ പ ദ ധ നി പ ധ നി പ പ ദ ധ നി നി സ സ സ സ നി നി ധ സ നി ധ സ സ നി നി ധ ധ പ പ നി നി ധ ധ പ നി ധ പ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ. 2 താളം കഴിഞ്ഞു. മനസ്സിലായോ? പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. താളം പകുതിയായുള്ളൂ. ഒരു റൗണ്ട് ഫുള്ളായിട്ട് നമ്മൾ പാടിക്കഴിഞ്ഞു. ഇനി താളത്തിൻ്റെ പകുതിയിൽ നിന്ന് വീണ്ടും ആദ്യം തൊട്ട് പാടണം. സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ മ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ. ഓക്കെ. ഗ ഗ മ മ പ ഗ മ പ ഗ ഗ മ മ പ പ ദ ദ മ മ പ പ ദ മ പ ദ മ മ പ പ ദ ദ നി നി പ പ ദ ദ നി പ ദ നി പ പ ദ ദ നി നി സ സ സ നി നി ധ സ നി ധ സ സ നി നി ധ ധ പ പ നി നി ധ ധ പ നി ധ പ നി നി ധ ധ പ പ മ മ ധ ധ പ പ മ ധ പ മ ധ ധ പ പ മ മ ഗ ഗ പ പ മ മ ഗ പ മ ഗ പ പ മ മ ഗ ഗ രി രി മ മ ഗ ഗ രി മ ഗ രി മ മ ഗ ഗ രി രി സ സ. കണ്ടോ? താളം നമ്മൾ തുടങ്ങിയെടുത്ത് തന്നെ വരണമെങ്കിൽ മൂന്നാം കാലം പാടുമ്പോൾ നമ്മൾ ടോട്ടൽ 2 ടൈംസ് 2 പ്രാവശ്യം ആ വരിശകൾ മുഴുവൻ 2 ആവർത്തി പാടുമ്പോഴാണ് നമ്മൾ താളം തുടങ്ങിയെടുത്ത് തന്നെ വരുള്ളൂ. ഒരാവർത്തി പാടിയിൽ എവിടെയാണ് വന്നത്? താളത്തിൻ്റെ പകുതിയിൽ. ഒരാവർത്തി പാടിക്കഴിഞ്ഞപ്പോൾ നമ്മൾ താളത്തിൻ്റെ പകുതിയിൽ വന്നു നിന്നു. പിന്നെ രണ്ടാമത്തെ ആവർത്തി നമ്മൾ തുടങ്ങുന്നത് താളത്തിൻ്റെ പകുതിയിൽ നിന്നാണ്. സ സരി രി ഗ സരി ഗ സ സരി രി ഗ ഗ മ രി രി ഗ ഗ മ രി ഗ മ രി രി ഗ ഗ മ മ പ പ. അപ്പോഴാണ് ആ താളം കഴിഞ്ഞത്, ആ റൗണ്ട് കഴിഞ്ഞത്. പിന്നെ ഗ ഗ മ മ പ, പിന്നെ വീണ്ടും ഗായിന്ന് തുടങ്ങണം. മനസ്സിലായോ? അപ്പം ഒന്നാം കാലം ഒരു ലൈനിൽ ഒരു താളം, രണ്ടാം കാലം 2 ലൈൻ പാടുമ്പോൾ ഒരു താളം, മൂന്നാം കാലത്തിൽ 4 ലൈൻ പാടുമ്പോൾ ഒരു താളം. മാത്രമല്ല
ആ ഒരു വരിശകൾ, 4-മത്തെ വരിശകൾ മുഴുവൻ 2 ആവർത്തി നമ്മൾ താളമടിച്ച് പാടുമ്പോഴാണ് നമ്മുടെ താളം തുടങ്ങിയെടുത്ത് തന്നെ വന്ന് നിൽക്കുകയുള്ളൂ, താളത്തിൻ്റെ സമത്തിന് വന്ന് നിൽക്കുകയുള്ളൂ. അല്ലെങ്കിൽ ആദ്യത്തെ ആവർത്തി പാടിക്കഴിയുമ്പോൾ താളത്തിൻ്റെ പകുതിയിലാണ് വന്ന് നിൽക്കുക. അതാണ് പാടിക്കാണിച്ചത്. അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും പറയുകയാണ്, 1-ാം കാലം വൃത്തിയാക്കുക, അതിനുശേഷം 2-ാം കാലം വൃത്തിയാക്കുക. അത് 2 ഓക്കെ ആണെങ്കിൽ മാത്രം 3-ാം കാലം ശ്രമിക്കുക. കുറച്ചേ പഠിച്ചുള്ളതും ഉള്ളെങ്കിലും പഠിക്കുന്നത് വൃത്തിയായിട്ട് ശ്രുതി ശുദ്ധമായി, താളം ശുദ്ധമായി, താളം തെറ്റിക്കാതെ, സ്പീഡ് കൂട്ടാതെ, താളത്തിന് വേരിയേഷൻ വരാതെ കൃത്യമായി താളം അടിച്ച് പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പറഞ്ഞു, താളം അടിക്കേണ്ടത് നിങ്ങൾ വലത്തേ കാലുകൊണ്ട് വലത്തേ കൈ കൊണ്ട് വലത്തേ കാലിൻ്റെ തുടയിലാണ് താളം അടിക്കേണ്ടത്. വലത്തേ കൈ കൊണ്ട് വലത്തേ കാലിൻ്റെ തുടയിലാണ് താളം അടിക്കേണ്ടത്. ഇപ്പം ഞാൻ ഈ താളം ഇങ്ങനെ കയ്യിൽ കാണിച്ചു തരുന്നത് നിങ്ങൾക്കത് കൃത്യമായിട്ട് ഈ തുടയിലടിച്ചാൽ നിങ്ങൾ കാണില്ല എന്നുള്ളത് കൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ താളം അടിച്ചത് നിങ്ങൾക്കിങ്ങനെ കാണിച്ചു തരുന്നത്. പക്ഷേ നിങ്ങൾ താളം അടിക്കുമ്പോൾ വലത്തേ കൈ കൊണ്ട് വലത്തേ കാലിൻ്റെ തുടയിൽ നിവർന്നിരുന്ന് താളം അടിച്ച് ശ്രുതിയിട്ട് പാടുക. ഓക്കെ. അപ്പം നമ്മൾ പഴയ സപ്തസ്വരങ്ങൾ 1-ാം കാലം തൊട്ട് പ്രാക്ടീസ് ചെയ്യുന്നവർ സപ്തസ്വരം 1-ാം കാലം തൊട്ട് തന്നെ പാടി വരിക. അതിൻ്റെ അകാര, ഇകാര, മകാരങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ദണ്ഡവരിസകൾ 4 വരെയാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ് വന്ന് നിൽക്കുന്നത്. അവിടം വരെ എല്ലാവരും എല്ലാ ദിവസവും ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾക്ക് വേണ്ടി, സംഗീതത്തിന് വേണ്ടി കണ്ടെത്തി പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും പാടാൻ സാധിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അത് കൃത്യമായി ബോധ്യമാവും. ഓക്കെ. അപ്പം അടുത്ത നമ്മുടെ ജണ്ടവരിസകൾ 5-മത്തെ ലെസണാണ് എടുക്കാൻ പോകുന്നത്. അത് അടുത്ത ക്ലാസ്സിലാണ്. അപ്പം അതുവരെയുള്ള ലെസൺസ് എല്ലാവരും നല്ലപോലെ പ്രാക്ടീസ് ചെയ്യൂ. അതുവരെ എല്ലാവരും വളരെ സന്തോഷമായിരിക്കും. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.